അലീന റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ഞാൻ അലീന പീറ്റർ എന്നൊക്കെ പേര് വിളിച്ചപ്പോ ഞാൻ കുറച്ചും കൂടി ഒരു വലിയ കുട്ടിയായിരിക്കും. ഇത് ഇത്തിരി ഉള്ളുവല്ലോ. ഏത് ക്ലാസ്സിലാ പഠിക്കണേ? 2ല്. വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, എലീനയും എന്റെ ഡ്രസ്സ് ഏകദേശം ഒരേ കളറാണ്. ഒരു പേർപ്പിൾ ഫാമിലി പോലെ. നമ്മള് 3 പേരുടെ ഞങ്ങളുടെ എന്റെ ഡ്രസ്സും വളയുടെ കളറ് ബോയുടെ കളറ്. ഇതൊക്കെ ഈ ഡ്രസ്സൊക്കെ ആരാ വാങ്ങിച്ചു തരണേ? എന്റെ വല്യമ്മച്ചിയാ. വെല്ലിമച്ചിയാണ് എല്ലാം ഡിസൈൻ അതെയോ സെലക്ട് ചെയ്ത് തരുന്നത്. എലീന എവിടുന്നാ വരുന്നത്? കോട്ടയം. കോട്ടയത്ത് നിന്നാണ്. അതാണ് വല്യമ്മച്ചി. എന്നിട്ട് ഈ കോട്ടയത്ത് ഇപ്പോ എന്താ സ്കൂളിലൊക്കെ ഭയങ്കര താരമാണ്. ഒരുപാട് കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുത്ത് സമ്മാനമൊക്കെ കിട്ടി. അങ്ങനെ കലാതിലകമൊക്കെ ആയെന്ന് കേട്ടു. കവിതയ്ക്കും പിന്നെ ലൈക്ക് മ്യൂസിക്കിനും എനിക്ക് 2nd ഗ്രേഡ് ഉണ്ട്. എ ഗ്രേഡ് ഉണ്ട്. പിന്നെ ഞാൻ കലാതിലക സ്കൂളിലത്തെ. ഞാൻ കലാതിലകം ആ സ്കൂളിലത്തെ. കലാതിലകം അലീന പീറ്റർ അല്ലേ? അപ്പൊ അലീന ഈ ഇപ്പോഴും ഇത്ര കുഞ്ഞാണല്ലോ, ഏത് വയസ്സിലാണ് പാട്ട് പഠിച്ചു തുടങ്ങിയത്? കുഞ്ഞിലേ തൊട്ട് പഠിച്ചിട്ടുണ്ട്. ഇതിലും കുഞ്ഞിലെ പഠിച്ചു തുടങ്ങി. ശരി, ക്ലാസിക്കലാണോ പഠിക്കണേ? അതേ ലളിതഗാനാണോ നാടൻ പാട്ടാണോ ഏതാ പഠിക്കണേ? ക്ലാസിക്കലാ. ആരാ പഠിപ്പിക്കണേ? അമ്മ മ്യൂസിക് ടീച്ചറാ? അല്ല, അമ്മയെ പഠിപ്പിക്കുന്നേ. ഓ, അമ്മയാണ് പഠിപ്പിക്കുന്നത്. അമ്മ ഇങ്ങനെ സപ്തസ്വരങ്ങളൊക്കെ അമ്മയ്ക്ക് പഠിപ്പിച്ചു അറിയോ? അതായിരിക്കും അമ്മയ്ക്ക് അറിയാം. അമ്മയ്ക്കെല്ലാം അറിയാം. ഒരു സകല വല്ലഭയാണ് അല്ലേ? അമ്മ വന്നിട്ടുണ്ടോ? അമ്മ വന്നിട്ടുണ്ട്. അതെ, അമ്മയെ നമുക്ക് എന്തായാലും പരിചയപ്പെടണം. അതിനും ഈ അലീന ഗാനമേളകൾക്ക് ഇതുപോലെ ഒരു സ്ഥലത്ത് ഗാനമേള വന്നപ്പോ അവിടെ കയറി പാടി. അപ്പോഴാണ് എല്ലാവരും അറിയേണ്ടത് അലീനയ്ക്ക് നന്നായിട്ട് പാടാൻ കഴിവുണ്ട്. അത് ഏത് പ്രായത്തില മോളെ? അത് ഞാൻ അംഗൻവാടിയിലൊക്കെ പഠിക്കും. അംഗൻവാടിയിൽ പഠിക്കുമ്പോ അച്ചോ, ഏത് പാട്ടാ പാടിയത്? അന്ന് കണ്ണാന്തുമ്പി. എന്നിട്ട് കണ്ണാന്തുമ്പി പാടിയപ്പോ എല്ലാവരും പറഞ്ഞു കൊള്ളാം, ഇനി മോള് നന്നായി പാട്ട് പാടണം എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. ആ പാട്ടൊന്ന് പാടുവോ? നമ്മൾ അന്ന് ഗാനമേളയ്ക്ക് പാടിയത്. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാനില്ലല്ലോ, എന്നിനുള്ളിൽ പൂക്കാലം കളിയാടാമീ കിളിമരത്തണലോലം കളിയാടാമീ കിളിമരത്തണലോലം. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാനില്ലല്ലോ, എന്നിനുള്ളിൽ പൂക്കാലം. അതിനുശേഷം പിന്നെ സ്റ്റേജില് പാട്ടൊക്കെ ഗാനമേളയ്ക്കൊക്കെ പാടിയിട്ടുണ്ടോ? അന്ന് അംഗൻവാടി കഴിഞ്ഞ് പിന്നെ വീട്ടിൽ ഇരുന്ന് കുറെ പാട്ടൊക്കെ പഠിക്കുന്നുണ്ട്. പാട്ട് പഠിക്കും, എന്നിട്ട് ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ പാടിയിടും, അങ്ങനെയൊക്കെ ചെയ്യാം. രാവിലെ എണീറ്റ് ഉടനെ പാട്ട് പാടും. രാവിലെ എഴുന്നേറ്റ ഉടനെ സരിഗമ ചൊല്ലും. രാവിലെ എഴുന്നേക്കാൻ ഒരു ചെറിയൊരു മടിയൊക്കെ ഉണ്ടാവോ? ഇങ്ങനെ ഉണ്ടാവോ? പല്ല് വെച്ചിട്ടായിരിക്കുന്നത്. പല്ല് ഉഷാറാവും. പല്ല് വെച്ച് കഴിഞ്ഞ ഉടനെ അങ്ങനെയാണ് അല്ലേ? അത് ശരി. ഈ പല്ല് തേക്കുന്നതിന് മുമ്പ് എഴുന്നേപ്പിക്കുന്നത് അമ്മയാണോ അതോ സ്വന്തമായിട്ട് പാട്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് എണീക്കോ? അത് അമ്മ നിർബന്ധിക്കോ? ഞാൻ തന്നെ സ്വന്തമായിട്ട് എഴുന്നേക്കും. ആണോ? പഠിക്ക്. എന്നെയൊക്കെ മമ്മി ഇങ്ങനെ എണീക്ക് പറഞ്ഞു കുത്തിപ്പോക്കണം. അതാണ്. ഇനി നമുക്ക് കൂടെ വന്നിരിക്കുന്ന അവരെയൊക്കെ പരിചയപ്പെടാം. നമസ്കാരം, എല്ലാവർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ചേട്ടന്റെ പേര് പറയൂ. ചേട്ടൻ എന്ത് ചെയ്യുന്നു? എവിടെ? നാട് എവിടെ? നിങ്ങളുടെ കോട്ടയത്ത് തന്നെ. അപ്പൊ മോൾക്ക് ഇങ്ങനെ പാട്ട് പാടാനുള്ള മുണ്ടക്കയത്താണ്. മോൾക്ക് പാട്ട് പഠിക്കാനും ഒക്കെ സൗകര്യം എങ്ങനെയാണ് ചേട്ടൻ? എവിടെയെങ്കിലും പോയി, അതായത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക് അതിലേക്ക് എത്തിപ്പെടാൻ? കാഞ്ഞിരപ്പള്ളി അവിടെ പാട്ട് പഠിപ്പിക്കുന്നിടത്ത് പാട്ട് പാടാൻ വിടുന്നുണ്ട്. അത് ശരി. അപ്പൊ മോൾ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ വളരെ ചെറിയ പ്രായത്തിൽ സ്റ്റേജിൽ കയറി പാടി എല്ലാവരും നന്നായിട്ട് പാടുന്നു പറഞ്ഞു. ഞങ്ങളുടെ അടുത്തൊരു ക്ലബിന്റെ ഗാനമേള വന്നു. അന്നേരം ഇതുപോലെ പാടാൻ കൊടുത്തപ്പം എല്ലാരും പറഞ്ഞു അംഗൻവാടി പഠിക്കുമ്പോഴാ. അത് ശരി. അങ്ങനെ ചെയ്യാനും കൂടെ ഇതായി. പിന്നെ പാട്ട് പാടി ഇതിനകത്ത് ഫേസ്ബുക്കില്. അടിപൊളി. അപ്പൊ അച്ഛന്റെ സപ്പോർട്ട് എന്തായാലും കൂടെ ഉണ്ട്. എങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ മതി, അതിനനുസരിച്ച് അച്ഛൻ ഉണ്ടാവും. ഇനി ഇതാരാണ്? പേര് അമ്മ. അമ്മയുടെ പേര് മഞ്ജു. അപ്പൊ അമ്മയാണ് പാട്ടൊക്കെ പഠിപ്പിച്ചു കൊടുക്കണേന്ന് പറഞ്ഞു. അപ്പൊ അമ്മ എങ്ങനെയാ പാട്ട് പഠിച്ചിട്ടുണ്ടോ അതെയോ എങ്ങനെയാണ് പാട്ട് പഠിപ്പിച്ചു കൊടുക്കുക? അല്ല, പഠിപ്പിക്കാൻ വിടുന്നുണ്ട്. അന്നേരം ടീച്ചർ പഠിപ്പിച്ചു കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്തു. ഓ, അങ്ങനെ. അതെ. ആ കൂടെ ഒരാൾ നിക്കണല്ലോ ഈ ഒരു പ്രായം ആയതുകൊണ്ട്. പിന്നെ പാട്ടുകൾ സെലക്ട് ചെയ്ത് കൊടുക്കും. അത് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ടീച്ചറിനെ കൊണ്ട് ചെയ്യിപ്പിക്കും. സൂപ്പർ. ഇനി ഈ അമ്മയുടെ പേര്? അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയുടെ അമ്മയാണോ? പേരെന്താണ്? എന്റെ പേര് മോളി. ഇതാണോ മോള് പറഞ്ഞ വല്യമ്മച്ചി? ഇതാണോ?
ആ അപ്പൊ വല്യമ്മച്ചിയാണ് അലീനയുടെ ഫാഷൻ ഡിസൈനർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സ്ഥലത്ത് പോകുമ്പോ ഏത് ഡ്രസ് ഇടണം, ഏത് കളർ വേണം, അങ്ങനെയൊക്കെ അല്ലേ? അതൊക്കെ മേടിച്ചു തരുന്നത് എന്റെ വലിയ അതൊക്കെ മേടിച്ചു എല്ലാം മേടിച്ചു തരുന്നത് വല്യമ്മച്ചിയുടെ. എനിക്ക് തോന്നുന്നു ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അലീനയ്ക്ക് ഇഷ്ടം വല്യമ്മച്ചിയോടാണെന്ന് തോന്നുന്നു. ആണോ? ആ അതാണ്. അച്ഛന്റെ കൈ കെട്ടി ഒരു ചിരി. ഓഹോ പാവോ ചുമ്മാ. എന്തായാലും വല്യമ്മച്ചി ഇതേപോലെ തന്നെ നല്ല നല്ല ഉടുപ്പുകളും നല്ല ഭക്ഷണവും ഒക്കെ ഇങ്ങനെ കൊടുത്ത് അലീനെ ഇങ്ങനെ ഹാപ്പി ആക്കി വെച്ചിരിക്കുന്നോണ്ട് ഭയങ്കര സ്നേഹമാണ് വല്യമ്മച്ചിയോട് അല്ലേ? എനിക്ക് ഭയങ്കര ആഗ്രഹം അവള് പാടുന്നത് കാണാന്. ആ എപ്പോഴും ഞാൻ പാടിപ്പിക്കും. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതുകൊണ്ടാണ് ഇത്ര ദൂരെ യാത്ര ചെയ്ത് ആ പെർഫോമൻസ് കാണാൻ വല്യമ്മച്ചി വന്നിരിക്കുന്നത്. അതെ അതെ, സന്തോഷം. പിന്നെ ഇതാരാണ്? എൻ്റെ പേര് ആൽബിൻ. ആൽബിൻ ഏത് ക്ലാസ്സിലാ പഠിക്കുകയാണോ? 10ലാണ്. ആ എലീനയുടെ ചേട്ടൻ. ചേട്ടനാണ്. അപ്പൊ ചേട്ടൻ എന്താണ് സ്കൂളിലെ ആക്ടിവിറ്റീസ് ഒക്കെ? ഞാൻ SPCയിലുണ്ട്. SPC. എനിക്ക് ചെവിക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് എനിക്ക് കേൾക്കുന്നില്ല. ഓക്കെ.